യെശയ്യാവ് 41:10 നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായതിനാൽ ഭയപ്പെടുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ സഹായിക്കുവാനും തന്റെ വലങ്കൈ കൊണ്ട് നിങ്ങളെ രക്ഷിച്ചു വിടുവിക്കുവാനും യഹോവ സർവശക്തനാകയാൽ ഉൽപ്പത്തി 15:1 നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് യഹോവ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. പുറപ്പാട് 14 മുമ്പോട്ട് ഒരു ചുവടുപോലും വെക്കുവാനോ പിന്തുടർന്നു വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുവാനോ കഴിയാതെ നിലവിളിക്കുന്ന ഇസ്രായേൽ ജനത്തോട് 13-14 വാക്യങ്ങളിൽ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്നു നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് മോശ പറഞ്ഞതുപോലെ അടുത്ത വാക്യങ്ങളിൽ ദൈവം അവർക്കു വേണ്ടി വഴി തുറന്നതും അവരുടെ ശത്രുക്കളോട് അവർക്കു വേണ്ടി യുദ്ധം ചെയ്തതും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും നമ്മുടെ ദൈവത്താൽ പരിഹാരമുള്ളതിനാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. മർക്കോസ് 6:47-54 വരെയുള്ള വാക്യങ്ങളിൽ പടകിൽ യാത്ര ചെയ്യുന്ന യേശുവിന്റെ ശിഷ്യന്മാർക്ക് യാത്ര തുടരുവാൻ കഴിയാതെ കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ചു വലയുന്നത് യേശു കണ്ടിട്ട് അവരുടെ അരികിലെത്തി ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരുടെ പടകിൽ കയറി അവരെ അക്കരെ എത്തിച്ച നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നിങ്ങൾ ഭയപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന പ്രശ്നത്തെ പരിഹരിച്ചു തന്ന് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. അതിനാൽ കർത്താവിന്റെ പ്രവൃത്തിക്കായി പ്രാർത്ഥനയോടെ നിങ്ങൾ കാത്തിരിക്കുക. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.